അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് 9:6 അടുത്ത സ്റ്റേറ്റ്മെന്റ്. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആൻഡ് ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഗവൺമെന്റ് യേശു ക്രിസ്തുവിന്റെ തോളിലിരിക്കും. ഈ പ്രവചനം ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നിവർത്തീകരിക്കപ്പെടണം. To those of you who still has not understood it, please go back and read the previous sermon, see the previous sermon. Let us continue with the next part of this prophecy, and the next part of the prophecy is and the government will rest on his shoulders. So this is a part of the prophecy that has not yet been fulfilled. ഇതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇതുവരെയും കർത്താവിന് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. ഇതാ ഈ കുഞ്ഞുങ്ങളെ ലഭ്യമായതിനു ശേഷമാണ് ഇതാ യേശു ക്രിസ്തു തന്റെ ഗവൺമെന്റ് ജെറുസലേം തലസ്ഥാനമായി സ്ഥാപിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഭൂമിയിലെ ഗവൺമെന്റ് ഇതാ യേശു ക്രിസ്തു ദൈവത്തിനു വേണ്ടി ലീഡ് ചെയ്യും. So these children, Jesus has not fully received these children in his hands. So once he fully gets them, fully receives them, it's then that he will establish this government, the government on this world for God the Father. എന്നാൽ ഒരു ദിവസം അവനൊരു തീരുമാനം എടുത്തു. ഇന്ന് മോനെ നിന്റെ തീരുമാനം അത് തന്നെയായിരിക്കും. ഒരു ദിവസം അവനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തതോടുകൂടെ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. താൻ അന്വേഷിക്കാത്ത ഓണർ തനിക്ക് കടന്നു വരികയാണ്. തന്റെ വിശപ്പ് ഇതാ അടക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടുകയാണ്. തനിക്ക് ധരിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ ഒരുക്കപ്പെടുകയാണ്. തനിക്ക് പ്രൊട്ടക്ഷനായി ഇതാ തന്റെ ചെരുപ്പുകൾ കടന്നു വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരൊറ്റ തീരുമാനമാണ്. ലോകത്ത് നിന്ന് മാറി, പന്നിക്കൂട് ലോകത്തെ പ്രതികരിക്കുന്നു, ലോകത്തിൽ നിന്ന് ഞാൻ മാറി എന്റെ അപ്പനോട് കൂടെ ഞാൻ വസിക്കും എന്നൊരു തീരുമാനം അവൻ എടുത്തതേ ഉള്ളൂ. ആ തീരുമാനം എടുത്തത് പ്രകാരം അവൻ അപ്പന്റെ വീട്ടിലേക്ക് മാറി, ലൊക്കേഷൻ മാറി, ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്, പന്നിക്കൂട്ടിൽ നിന്ന് അപ്പന്റെ ഭവനത്തിലേക്ക് ലൊക്കേഷൻ മാറിയതോടുകൂടെ തനിക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിക്കാതെ തന്നെ തന്നെ അന്വേഷിച്ച് കടന്നു വരുന്ന ആ ഒരപ്പനെ, ആ സ്നേഹനിധിയായ പിതാവിനെ ആ മകൻ കാണുവാനിടയായി. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയാമോ? നമ്മുടെ അപ്പന്റെ ഹൃദയം നമുക്ക് വേണ്ടി എത്രത്തോളം തുറന്നിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. Beloved children, do you know what happened to the prodigal son? One day he took a decision, a single decision that changed his entire life. All he did was take that decision, and all of a sudden he has food to eat. He has the best robe. He somehow got the best robe. He has a ring on his hand. He has sandals on his feet. And do you know what the decision that he took was? The decision that he took was to go back to his father's home. He only changed his location, and all of a sudden everything comes for him. So this is an analogy for what we should do in our life. We should change the pigsty here represents the world, and the father's home represents the home of our heavenly Father. And all we need to do is change the location from this world to Heavenly Father and start living with our Heavenly Father, and all that we need will be provided to us. അതിന്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ എന്റെ നാമത്തിൽ ഒരാലയം പണിയും. ആലയം ഭൂമിയിൽ പണിത് ശലോമോനാണ്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇത് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. തുടർന്ന് ഇതാ അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ട് ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ നിന്റെ ദയ നീക്കിയതുപോലെ അവകൾ നീക്കി കളയുകയില്ല. ഇത് പറയുന്നത് സോളമനെ കുറിച്ചാണ്. ഇനി നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് പറയുന്നത് ശലോമോനെ കുറിച്ചല്ല, ഇത് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദിന്റെ മകനായി ക്രിസ്തു വരികയും ആ ഗവൺമെന്റ് ആണ് എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത്. ആ ഗവൺമെന്റ് ആണ് ക്രിസ്തുവിന്റെ തോളിൽ ഇരിക്കാൻ പോകുന്നത്. Let us read through these prophecies to see which one applies to Solomon, and which one applies to Jesus. He shall build a house for my name, and I will establish the throne of his kingdom forever. So we can see that this is about Jesus who is building the house for Heavenly Father. At the same time, in this world, it was Solomon who built the house for God, and I will be a father to him, and he will be a son to me. This is about Jesus. And when he commits iniquity, I will correct him with the rod of men and the strokes of the sons of men. But my loving kindness shall not depart from him, as I took it away from Saul, whom I removed from before you. This is again about Solomon. And below it says, your house and your kingdom shall
endure before me forever. Your throne shall be established forever. This is not about Solomon, but this is about our Lord Jesus Christ, because it is his kingdom that will endure forever. അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഹെവൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. യേശു 9:6-7 ഗവൺമെന്റ് യേശുവിന്റെ കയ്യിലാണ് ഗവൺമെന്റ് കിട്ടാൻ പോകുന്നത്, യേശുവാണ് നയിക്കാൻ പോകുന്നതാണെങ്കിൽ വെളിപ്പാട് 12:10 എപ്പോഴാണ് ഗവൺമെന്റ് തുടങ്ങുന്നത് എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ആണ് ഗവൺമെന്റ്, അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും ഇതാണ് ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നു. എപ്പോ നമ്മുടെ അതോടൊപ്പം സംഭവിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ആരാണ്? പിശാചിനെ തള്ളിക്കളഞ്ഞു. So in the immediate verse above this, that is Revelation chapter 12 verse 10, we see in Isaiah chapter 9 verse 6, that the kingdom of our Lord Jesus will be established in this world. In Revelation chapter 12 verse 10, we see when this is happening, and it says, then I heard a loud voice in heaven saying, now the salvation and the power and the kingdom of our God and the authority of his Christ has come. And along with that, what happens? For the accuser of our brethren has been thrown down, he who accuses them before our God day and night. That is, the accuser here is Satan. Satan is thrown down. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലുള്ള എല്ലാവരെയും അറിയിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവിക സമാധാനം. Greetings of love in the name of our Heavenly Father and our Lord and Savior Jesus Christ to everyone who is within the reach of this audio-visual medium, especially to those who are in the body of Christ. To all of you, may the peace from God our Father to all of you. ഒരു വാക്ക് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഗൈഡൻസ് കർത്താവ് തരികയാണ്. അതുകൊണ്ട് ഒരു വാക്ക് ഹൃദയം തകർന്നിരിക്കുന്നവരെയും ദുഃഖത്താൽ ഹൃദയം മൂടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ഹൃദയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ സമാധാനം ഞാൻ ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. സകല മനുഷ്യ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളും നിലവുകളും, നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ദൈവിക സമാധാനം നിറയട്ടെ. ദൈവിക സൗഖ്യം നിറയട്ടെ. എല്ലാ വേദനകളും ദുഃഖങ്ങളും, ഇവൻ ശരീരവേദനകൾ പോലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. യെസ്, ദൈവാത്മാവിന്റെ സ്പർശനം എത്ര മൈലുകൾ അകലെയാണെങ്കിലും, ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി ഒളിച്ചാൽ നിന്റെ കൈ, നിന്റെ ആത്മാവ് എന്നെ കണ്ടെത്തും. ആ ദൈവാത്മാവിന്റെ സ്പർശനം ഇപ്പോൾ ജനം അനുഭവിക്കട്ടെ. എല്ലാ ദുഃഖങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. രോഗങ്ങൾ യേശുവിന്റെ സൗഖ്യമാകട്ടെ. വേദനകൾ മാറിപ്പോകട്ടെ. തലമുറകളെ കുറിച്ചുള്ള, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഇതിനെ അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിനായി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പലർക്കും ദൈവാശ്വാസം കൊടുത്തിട്ടുണ്ട്. ദൈവിക ആശ്വാസം സ്വീകരിക്കുക. ദൂരെ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾ എത്ര മൈൽ അകലെയാണെങ്കിലും നിങ്ങളെ സ്പർശിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. God's spirit is God's spiritual body. ഹല്ലേലൂയ.
എത്ര ദൂരെയാണെങ്കിലും ഇത് സ്പർശിക്കാൻ കഴിയും. നമ്മുടെ ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് there is a limitation, but the spiritual body there is no limitation. പൗലോസ് പുസ്തകം പറയുന്നത് ശരീരം കൊണ്ട് ഞാൻ ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി. ഹല്ലേലൂയ. സഹോദരനെ ദൈവങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മോനെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇൻ ബിറ്റ്വീൻ കയറി വന്നിരിക്കുന്ന അതോർത്ത് ഭാരപ്പെടേണ്ട. I will just summarize what happened. Our pastor under guidance prayed especially for those who are broken-hearted, whose hearts are darkened by sadness, and he prayed for their healing as well as for peace in their lives. God's Spirit reaches out to everyone in the world, can reach out to anyone at the far ends of the world and heal their hearts. Glory to God, glory to God. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ആശ്വാസമായി എന്ന് വിശ്വസിക്കുകയാണ്. തുടർന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ബൈബിൾ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. Let's continue with the message for this meeting. We were discussing the verse Isaiah 9:6. That is a prophecy about our Lord and Savior Jesus Christ. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് കടന്നു വരാം. യെശയ്യാ 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. Let's begin by reading that verse. This is Isaiah 9:6. For a child will be born to us, a son will be given to us, and the government will rest on his shoulders, and his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace. There will be no end to the increase of his government or of peace on the throne of David and over his kingdom, to establish it and to uphold it with justice and righteousness from then on and forevermore. The seal of the Lord of hosts will accomplish this. Good. The second part I didn't read, but no issue. I will continue. അതിന്റെ 7-ാം വാക്യം പറയാണ്, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന പ്രവചനമാണ് ഇത്. ഇതിന്റെ ചില പാർട്ടുകൾ ഓൾറെഡി നിറവേറി കഴിഞ്ഞു, ചില പാർട്ടുകൾ ഇനിയും നിറവേറാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. Brothers, this is a prophecy about our Lord Jesus Christ that was given like 700 years before his birth. Some part of this prophecy has already been fulfilled by our Lord Jesus, and there are other parts which are yet to be fulfilled. Let us discuss both of these. ഇത് നിവൃത്തിയാക്കിയെടുക്കുന്ന ആളെന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അപ്പോ ഈ പ്രവചനം മുഴുവൻ അത്യുന്നതനായ ദൈവം നിവർത്തിക്കും. ഇത് ആർക്കും തടയാൻ കഴിയില്ല. ജെറമ്യാ 1:12 ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. അപ്പോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ പ്രവചനത്തിന്റെ എല്ലാ വാക്കുകളും സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കും. The person who fulfills all these prophecies in Isaiah 6 and 7 about our Lord Jesus Christ
is the God Most High. For it is written over here, the zeal of the Lord of hosts will accomplish this. So the one who actually fulfills all this, makes these prophecies happen, is the Almighty God. And in Jeremiah 1 again, the Lord says, Jeremiah 1:12 again, the Lord says, then the Lord said to me, you have seen well, for I am watching over my word to perform it. So the God is watching over his word to perform it. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശു 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഈ പ്രവചനം ഓൾറെഡി നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് നാം കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു. അത് കേൾക്കാത്തവർ അത് പോയി കേൾക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. So we already discussed the first part of this prophecy, that is, for a child will be born to us, a son will be given to us. We already discussed it, that the child that is born will be is about our Lord. That prophecy is about our Lord Jesus Christ, and the son being given to us is about Christ, is about Lord Jesus Christ in his pre-existence. All of you who hasn't seen that prophecy yet, please go back and see it. പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മത്തായി 1:16 പറയുന്ന ഒരു കാര്യം, യാക്കോബ് മറിയയുടെ ഭർത്താവായ ജോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്നും, അതായത് മറിയയിൽ നിന്നും യേശു ജനിച്ചു. ശ്രദ്ധിക്കുക, ഞാൻ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. അവളിൽ നിന്ന് ഡാഷ് എന്ന പേരുള്ള യേശു ജനിച്ചു. അപ്പൊ മറിയയിൽ നിന്ന് ആര് ജനിച്ചു? യേശു ജനിച്ചു. To those of us who is joining only today, let me try to explain it in a very quick word. We see in Matthew 1:16, Jacob was the father of Joseph, the husband of Mary, by whom Jesus was born. So we have husband of Mary, by whom Jesus was born. Who was born? Jesus was born. അവിടെ ഒരു വേർഡുണ്ട്, അവൾ നിന്ന് യേശു ജനിച്ചു എന്ന് പറയുമ്പോ അവിടെ നിങ്ങൾ ആ വാക്യം എടുത്തു നോക്കി അറിയാം ഈ യേശു ആരായിരുന്നു എന്നുള്ളത്. അവളിൽ നിന്ന് യേശു ജനിച്ചു, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള. അപ്പൊ യേശുവിന് നേരത്തെ പേരെന്തായിരുന്നു? ക്രിസ്തു എന്നായിരുന്നു. ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ക്രിസ്തു നേരത്തെ ഉണ്ട്. എന്നാൽ യേശു 2000 വർഷം മുമ്പാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. When I first read the verse, I omitted the second part of the verse. The full verse is of Mary, by whom Jesus was born, who is called the Messiah. So here the Jesus was born there, but Jesus is also called the Messiah. So what he says is that the Messiah was there from before, and when he was born by Mary, he was called Jesus. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഏത് ഫോമിലാണ്? ഏത് എക്സിസ്റ്റൻസിലാണ്? ഏത് അസ്തിത്വത്തിലാണ്? ക്രിസ്തു ദൈവപുത്രൻ, ദൈവം എന്ന അസ്തിത്വത്തിൽ താനുണ്ട് ഓൾറെഡി. എന്നാൽ ആ ദൈവപുത്രനാണ് വചനം മാംസമായി യേശു എന്ന പേരിൽ 2000 വർഷം മുമ്പ് മറിയയിലൂടെ ജനിക്കുന്നു. This is why Jesus, when he was speaking to the Pharisees there, said that before Abraham was, I am. So in what form, in what identity was Jesus before he was born? He was in the identity of the Christ, identity of the Son of God, that is the Word. And he was there even before he was born in this world, born as Jesus in this world. ഇനി ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 Corinthians chapter 10 അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും,
ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ ഇസ്രായേൽ ജനം കുടിച്ചത്. എന്നിട്ട് പറയാണ്, ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പൊ ക്രിസ്തു, യേശു എന്ന് ജനിക്കുന്നതിന് മുമ്പേ പഴയ നിയമ കാലയളവിലെ ക്രിസ്തു ഉള്ളതായി വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് സാക്ഷ്യം പറയും. To those of you who still hasn't been convinced, please read 1 Corinthians chapter 10, verse 4. Here it says, and all drank the same spiritual drink, for they were drinking from a spiritual rock which followed them, and the rock was Christ. So here the situation that is being described is a situation where Israelites were brought out of Egypt, and they were traveling from Egypt to Israel, to Canaan. And here again we see that the rock from which they drank was Christ. So here we see that even before he was born as Jesus, Christ was there still. Christ was there. ഞാൻ ചിന്തിക്കുന്നു, ഇപ്പൊ മനസ്സിലായി ചിന്തിക്കുന്നു. മത്തായി 1:16 അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. So I assume you have understood what Matthew 1:16 says. From her, the one who is called Christ was born as Jesus. നമ്മൾ ആ ഭാഗം വിടുകയാണ്. ഇനിയും മനസ്സിലാകാത്തവർ പഴയ സന്ദേശങ്ങൾ, കഴിഞ്ഞ ആഴ്ചത്തിലെ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, ഇതും വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പൊ ഈ പ്രവചന നിവർത്തി ഓൾറെഡി നിവർത്തിയിരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് 9:6 അടുത്ത സ്റ്റേറ്റ്മെന്റ്. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ആൻഡ് ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഗവൺമെന്റ് യേശു ക്രിസ്തുവിന്റെ തോളിൽ ഇരിക്കും. ഈ പ്രവചനം ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നിവർത്തീകരിക്കപ്പെടണം. To those of you who still has not understood it, please go back and read the previous sermon, see the previous sermon. Let us continue with the next part of this prophecy. And the next part of the prophecy is, and the government will rest on his shoulders. So this is a part of the prophecy that has not yet been fulfilled. ഇത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ ലോകത്തിന്റെ ഭരണം പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ കയ്യിലേക്ക് എത്തണം. ഇതാണ് യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവം, അത്യുന്നതനായ തന്റെ അപ്പൻ കൽപ്പിച്ചത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കും. In order for this part of the prophecy to be fulfilled, the government of this world, the control of this world should pass out from the hand of Satan and reach the hand of Jesus' Almighty Father, that is the Almighty God. And this is it is about this that in Psalms 110 it is written, sit at my right hand till I make your enemies a footstool for your feet. So once the control of this world goes from the hands of Satan and reaches the hands of our heavenly Father, then this prophecy will be fulfilled. ഇതാണ് ഡേവിഡ് ആത്മാവിൽ പറയുന്നത് 110 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. രണ്ടുപേരും ചില ഭാഗങ്ങൾ ഇവിടെ ലോർഡ് സെഡ് ടു മൈ ലോർഡ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മലയാളത്തില് യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. It is about this that it is written in Psalms 110, and let me read it. The Lord says to my Lord, the Lord as in the all caps Lord, that is a tetragrammaton, the name of God. The Lord says to my Lord,
Sit at my right hand until I make your enemies a footstool for your feet. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവോടാണ് കൽപ്പിക്കുന്നത്, എന്റെ വലതുഭാഗത്തിരിക്കെ ഞാൻ നിന്റെ ശത്രുക്കൾ, ഏതാണ് ശത്രുക്കൾ? പിശാചും അവന്റെ ടീമും. അതിനെ നിന്റെ പാതപീഠമാക്കി തരുന്നത് വരെ എന്റെ വലതുഭാഗത്ത് ഇരിക്കെ. For your better understanding, let me explain this. What this verse says is that the Heavenly Father is commanding to his Son Jesus, sit at my right hand until I make your enemies a footstool for your feet. Who are the enemies? The enemies are Satan and his people. ഇന്ന് നമ്മളെ, അതായത് സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത നമ്മളെ ഈ ലോകം എന്ന ജയിലിൽ സാത്താൻ എന്ന ജയിലർ കൊല്ലാൻ വേണ്ടി തടവിലിട്ടിരിക്കുകയാണ്. എന്നാൽ സാത്താനെ പരിപൂർണമായും കീഴടക്കി കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന് സ്വർഗീയ പിതാവ് കൊടുത്ത മക്കളായ നമ്മളെ യേശുവിന് സ്വന്തമാക്കാം. So currently, those of us who are gifted to Jesus by the Heavenly Father, that is, those of us who belong to Heavenly Father and who have been gifted to Jesus by the Heavenly Father, we are currently imprisoned in this world, which is a jail with Satan as the jailer, and we are imprisoned for death. And once the control of this world is transferred to Jesus' hands, then Jesus can bring to himself, make his own those of us who are the sons of our Heavenly Father. ഇതുകൊണ്ടാണ് അതിന്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നത്, യഹോവ നിന്നെ അതിനെ സഹായിക്കും, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ, അതായത് ക്രിസ്തു, നിന്റെ ശത്രുക്കളുടെ മധ്യ വാഴുക. എന്നിട്ട് പറയാണ്, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദൈവം നിന്നെ അതിനെ സഹായിക്കും. ഇതാ നിന്റെ സേനാ ദിവസത്തിൽ യുവാക്കളായ മഞ്ഞ്, അതായത് ദൈവം ക്രിസ്തുവിന് കൊടുത്ത ആ മക്കളെ ക്രിസ്തുവിന് ഇതാ ലഭ്യമാകുവാനായിട്ടിടയാണ്. It is about this that the next couple of verses read, and let me read those 2 verses. The Lord will stretch forth your strong scepter from Zion, saying, rule in the midst of your enemies. The Lord here is the tetragrammaton, that is the name of God. Rule in the midst of your enemies. Your people will volunteer freely in the day of your power. In holy array from the womb of the dawn, your youth are to you as the dew. So those of us who have been given to Jesus by the Heavenly Father, it's speaking about those of us. ഇതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇതുവരെയും കർത്താവിന് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. ഇതാ ഈ കുഞ്ഞുങ്ങളെ ലഭ്യമായതിനു ശേഷമാണ് ഇതാ യേശു ക്രിസ്തു തന്റെ ഗവൺമെന്റ് ജെറുസലേം തലസ്ഥാനമായി സ്ഥാപിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഭൂമിയിലെ ഗവൺമെന്റ് ഇതാ യേശു ക്രിസ്തു ദൈവത്തിനു വേണ്ടി ലീഡ് ചെയ്യും. So these children, Jesus has not fully received these children in his hands. So once he fully gets them, fully receives them, it's then that he will establish this government, the government on this world for God the Father. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് കേൾക്കാം, എന്റെ പിതാവ് എനിക്ക് തന്നവയൊക്കെയും എന്റെ അടുക്കൽ വരും. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. So this is why that we see in the New Testament where Jesus says sometimes that everyone who has been given to me by the Father will come to me. And again he says in another place, I and the children that God has given me. അതിന്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 13, 2:13 ഇങ്ങനെ പറയുന്നു, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഈ ദൈവം ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് യുവാക്കളായ മഞ്ഞ്
നിനക്ക് വരുന്നു എന്ന് സങ്കീർത്തന പുസ്തകം 110 നാം വായിക്കുവാനായിട്ട് ഇടയായി. So let me read that verse. This is Hebrew chapter 2, verse 13. And again, I will put my trust in him. And again, behold, I and the children whom God has given me. So the narrator here is Jesus. And it is this children, the children whom God has given me, that we see in Psalms 110. That is the children that are in holy array from the womb of the dawn. Your youth are to you as the dew. തുടർന്ന് ഈ മക്കളെ നേടാൻ വേണ്ടിയാണ് ദൈവപുത്രനായ വചനമെന്ന് മറുപേരുള്ള ആ ക്രിസ്തു ജഡത്തിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ 14 വാക്യം എബ്രായർ 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി. ആര്? വചനമെന്ന് മറുപേറുള്ള ദൈവപുത്രനായ ക്രിസ്തു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്റെ മക്കളെ, പിതാവ് തനിക്ക് കൊടുത്ത മക്കളെ നേടുവാനുള്ള, പിതാവ് പറഞ്ഞു നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ആ ഒരു യുദ്ധമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. So it is in order to gain these children that our Lord Jesus took on flesh and was born in this world. Let me read the next verse, that is Hebrews chapter 2, verse 14. Therefore, since the children share in flesh and blood, he himself likewise also partook of the same, that through death he might render powerless him who had the power of death, that is the devil, and might free those who through fear of death were subject to slavery all their lives. So we see that the verse above it, behold, I and the children whom God has given me. So it is in order to gain these children that Jesus took on flesh and blood. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു സീരീസ് ഓഫ് ഈവൻസ് ആണ്, ഒരു യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അവസാനം യെശയ്യാ 9:6 പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഗവൺമെന്റ്, അത്യുന്നതനായ ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയിൽ വാഴും. ആ വാഴ്ചയിൽ ജയം പ്രാപിക്കുന്ന ദൈവമക്കളും കൂടെ ഉണ്ടാകും. ഇതാണ് ആ പ്രവചന നിവൃത്തി. വെളിപ്പാട് 20:4 നമുക്കത് കാണുവാൻ കഴിയും. So what we see is a series of events that is actually part of a long war. And at the end of all these events, what will happen is what we see in Isaiah 9, chapter 6, verse 6, the second clause, that is the government will rest on his shoulders. That is, Jesus will establish the government of our Heavenly Father in this world, and those of us who win with him will also be part of that government. ആ പ്രവചന നിവൃത്തിയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 20:4 കാണുവാനായിട്ട് കഴിയും. അവിടെ ഇതാ യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. അതിന് 20:4 എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ന്യായവിധി എന്ന് പറഞ്ഞാൽ കിങ്ഡമാണ്, ഭരണമാണ്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇത് പ്രവചന നിവൃത്തീകരണമാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയിൽ അലങ്കരിക്കുകയായി. So we see that the fulfillment of this prophecy, we see that happening. We see that being shown in Revelation 20, verse 4. Let me read that. Then I saw thrones, and they sat on them, and judgment was given to them. And I saw the souls of those who had been beheaded because of the testimony of Jesus and because of the word of God, and those who had not worshipped the beast or his image, and had not received the mark on their forehead and on their hand, and they came to life and reigned with Christ for 1,000 years. The rest of the dead did not come to life until the 1,000 years were completed. This is the first resurrection. Blessed and holy is he who has a part of the first resurrection.
So we see that this is the ദാനിയേൽ 7:18 ഇത് കുറെ കൂടി എംഫസിസ് ചെയ്ത് പറയുന്നുണ്ട്. പഴയ ഉടമ്പടി പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ദാനിയേൽ പ്രവാചകൻ. ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് ഇത് വീണ്ടും ഒന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലവും രാജ്യത്വം അനുഭവിക്കും. അപ്പോ അത്യുന്നതന വിശുദ്ധന്മാരുടെ പ്രാപിക്കാൻ പോകുന്നത് രാജ്യത്വമാണ്, കിങ്ഡമാണ്. അതാണ് അവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു എന്ന് പറയുന്നത്. We see this again happening with emphasis in Daniel 7 verse 18. But the saints of the highest one will receive the kingdom and possess the kingdom forever, for all ages to come. So we see that the saints of the highest one, what they will receive is the kingdom. That's why we see that they are given the authority of judgment in Daniel, in Revelation 24. പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ള ഒരു വേർഡ് ശ്രദ്ധിക്കാറുണ്ടോ? അത്യുന്നതനായ ദൈവം. ഈ വേർഡ് നോക്കിയേ, ആ വേർഡിലും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അത്യുന്നതനായവന്റെ വിശുദ്ധൻ. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പിതാവ്, നമ്മുടെയും പിതാവ്, യേശു ക്രിസ്തുവിന്റെ ദൈവം, നമ്മുടെയും ദൈവം. ആ ദൈവമാണ് അത്യുന്നതനായ ദൈവം. ആ അപ്പന് മക്കളെ ബഹുമാനിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു അപ്പനാണ്. ആ അപ്പൻ നമ്മളെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് രാജ്യത്വം, കിങ്ഡം തരുന്നത്. So the Most High God, that's a word that I commonly use. And here again in this verse, we see that, but the saints of the highest one. So who is the Most High God or the highest one? That is the Father of our Lord and Savior Jesus Christ, and our Father too, the God of our Lord and Savior Jesus Christ, and our God as well. And this Father of ours, he's very interested in honoring his sons, and that is why he gives us this authority of judgment. He gives us the kingdom as well. Hallelujah. ഇത് നമുക്ക് ഒരു ഭാഗം കൂടി വായിക്കാം. താഴേക്ക് അതേ സെയിം അധ്യായം താഴേക്ക് വായിക്കുമ്പോ അതിന് 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 28-ന്റെ തുടക്കം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 28 തുടങ്ങുന്നത്. എന്നിട്ട് തുടർന്ന് 27 നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലാവിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായവന്റെ, മാർക്ക് ദ വേർഡ്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാവുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ ആരിലൂടെ? അത്യുന്നതന്റെ വിശുദ്ധന്മാരിലൂടെ. അത് ലീഡ് ചെയ്യുന്ന ആരായിരിക്കും? ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ കർത്താവായ ക്രിസ്തുവായിരിക്കും. So we see this again in the 27th verse of Daniel 7. Then the sovereignty, the dominion, and the greatness of all the kingdoms under the whole heaven will be given to the people of the saints of the highest one. His kingdom will be an everlasting kingdom, and all the dominions will serve and obey him. So we see that this is the kingdom of the highest one, and that kingdom will be run through the saints of the highest ones, and this kingdom will be led by our Lord Jesus Christ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ പ്രിയ സഹോദരങ്ങളെ? അത്യുന്നത വിശുദ്ധന്മാർ എന്ന് പറയുമ്പോ എല്ലാം ദൈവ മക്കളാണ്. ആ ദൈവ മക്കളാണ് ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം. ഇതുകൊണ്ടാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അപ്പന്റെ ഒരു പ്രത്യേകത ഉണ്ട്, മക്കളെ ബഹുമാനിക്കുന്നതിന് വലിയ തിടുക്കമാണ്, വലിയ താല്പര്യമാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ ഒരു രഹസ്യം നമ്മളോട് പറഞ്ഞു, പരസ്യമായ രഹസ്യം. ഈ രഹസ്യം പറഞ്ഞിട്ടും ഇത് പരസ്യമായിട്ടും ഇന്ന് രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. എന്നാന്നറിയാമോ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു.
ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ നമ്മുടെ അപ്പന് വലിയ തിടുക്കമാ, വലിയ താല്പര്യമാണ്. So this, are you happy, dear brothers? Because the saints of the highest one are the children of God, children of the highest one. So we should also be prepared for this. And it is about this that Jesus himself said, which is like an open secret. Jesus himself said, "O little flock, do not fear, for our God, for the Father is pleased to give you the kingdom." So we see that this is I already mentioned that this is a characteristic of the Most High God, that He is very interested in honoring His children. That is us. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏത് സമയത്തും ഇതാ നമ്മുടെ മക്കളെ പല മേഖലയിൽ ബഹുമാനിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, അല്ലെ? ഇതുപോലെയാണ് നമ്മുടെ അപ്പനും. നിന്നെ ഈ ഭൂമിയിൽ ആരും കരുതുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും ബഹുമാനിക്കുന്നില്ല എന്നൊരു ചിന്തയുണ്ടോ? അതിന്റെ പരിഹാരം ഇതാണ്: നിന്റെ അപ്പനോട് കൂടെ പോയി ജീവിക്കുക. നിന്റെ അപ്പൻ ബഹുമാനിക്കും. Dear children, as we ourselves know that we also want to honor our own children in various aspects of their lives. So it is the same thing for our Heavenly Father. Dear child, do you think that no one respects you, no one minds you? Do you know what is a solution for that? Go and live with our Heavenly Father, and then our Heavenly Father will honor you. നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കും, അതിന് എന്നാ തെളിവെന്ന്. എന്റെ ജീവിതം അതിന്റെ തെളിവാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ബൈബിളിൽ നിന്നൊരു തെളിവ് പറയാം. ശ്രദ്ധിക്കണേ. Now you may ask, what is the evidence for that? Let me tell you, my own life is an evidence for that. Now I will give you another evidence from the Bible. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ എന്ന് പറയുന്ന, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. നിങ്ങൾക്കറിയാം, ആ ധൂർത്തപുത്രന് ജീവിതത്തിൽ 2 സ്ഥലങ്ങളെ കാണിക്കുന്നു. ഒന്ന് പന്നിക്കൂട്, മറ്റൊന്ന് തന്റെ പിതാവിന്റെ ഭവനം. ആ പന്നിക്കൂട്ടിൽ അവൻ ജീവിക്കുന്ന സമയത്ത് ആ പന്നിയുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട സമയത്ത് അവന് വലിയ കംപ്ലൈന്റ് ഉണ്ടാകാം. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ വിശപ്പ് മാറുന്നില്ല, എനിക്കൊരു ഹോണറില്ല, എനിക്ക് ഒരു ആശ്രയമില്ല, ഞാനാണ് ഏറ്റവും തള്ളപ്പെട്ടവൻ, ഏറ്റവും അരിഷ്ടനായ മനുഷ്യൻ ഞാനാണ്. പിതാവിന്റെ യാതൊരു ബഹുമാനവും നമുക്ക് ആ പന്നിക്കൂട്ടിൽ കാണുന്നില്ല. എന്നാൽ മോളെ, നിന്നെ ബഹുമാനിക്കാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അറിയോ? നിന്റെ സ്വർഗസ്ഥനായ, നിനക്ക് പ്രതിർത്ഥം നൽകിയ നിന്റെ അപ്പൻ. Let me give you an evidence for this from the Bible itself, that our Heavenly Father honors us. This is in Luke chapter 15. Here we see the story of the prodigal son. That is the character that we call the prodigal son. In this story, if you notice, we see that this story presents the prodigal son in 2 locations. One is in the home of his father, and another is in the pigsty where he is working. And when he is working in the pigsty, when he is hired to feed the swine, he is in a situation where no one honors him, no one respects him. He has no support from anyone. He is all alone. And beloved children, if you are in such a situation, remember that there is a person who honors you. That is your Heavenly Father who fathered you. എന്നാൽ ഒരു ദിവസം അവനൊരു തീരുമാനമെടുത്തു. ഇന്ന് മോനെ നിന്റെ തീരുമാനം അത് തന്നെ ആയിരിക്കട്ടെ. ഒരു ദിവസം അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം എടുത്തതോടുകൂടെ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. അവന് താൻ അന്വേഷിക്കാത്ത ഓണർ തനിക്ക് കടന്നു വരികയാണ്. തന്റെ വിശപ്പ് ഇതാ അടക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടുകയാണ്. തനിക്ക് ധരിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ ഒരുക്കപ്പെടുകയാണ്. തനിക്ക് പ്രൊട്ടക്ഷനായി ഇതാ എന്റെ ചെരുപ്പുകൾ കടന്നു വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരൊറ്റ തീരുമാനമാണ്. ലോകത്ത് നിന്ന് മാറി. പന്നിക്കൂട് ലോകത്തെ പ്രതികരിക്കുന്നു. ലോകത്തിൽ നിന്ന് ഞാൻ മാറി എന്റെ അപ്പനോട് കൂടെ ഞാൻ വസിക്കും എന്നൊരു തീരുമാനം അവൻ എടുത്തതേ ഉള്ളൂ. ആ തീരുമാനം എടുത്തത് പ്രകാരം അവൻ അപ്പന്റെ വീട്ടിലേക്ക് മാറി.
ലൊക്കേഷൻ മാറി. ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്, പന്നിക്കൂട്ടിൽ നിന്ന് അപ്പന്റെ ഭവനത്തിലേക്ക് ലൊക്കേഷൻ മാറിയതോടുകൂടെ തനിക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിക്കാതെ തന്നെ തന്നെ അന്വേഷിച്ച് കടന്നു വരുന്ന ആ ഒരപ്പനെ, ആ സ്നേഹനിധിയായ പിതാവിനെ ആ മകൻ കാണുവാനിടയായി. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയാമോ? നമ്മുടെ അപ്പന്റെ ഹൃദയം നമുക്ക് വേണ്ടി എത്രത്തോളം തുറന്നിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. Beloved children, do you know what happened to the prodigal son? One day he took a decision, a single decision that changed his entire life. All he did was take that decision, and all of a sudden he has food to eat. He has the best robe. He somehow got the best robe. He has a ring on his hand. He has sandals on his feet. And do you know what the decision that he took was? The decision that he took was to go back to his father's home. He only changed his location, and all of a sudden everything comes for him. So this is an analogy for what we should do in our life. We should change the pigsty here represents the world, and the Father's home represents the home of our Heavenly Father. And all we need to do is change the location from this world to Heavenly Father and start living with our Heavenly Father, and all that we need will be provided to us. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇപ്പോഴും തുടർന്നു മോനെ നീ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കരയുന്നുവെങ്കിലും, എന്നെ കേൾക്കുന്നുവെങ്കിലും, നിന്റെ സകല കരച്ചിലും അവസാനം വരുത്തുവാൻ, നിന്റെ എല്ലാ വിഷമത്തിനും അവസാനം വരുത്തുവാൻ നിന്റെ ഒരു തീരുമാനം മതി. ഇന്ന് ആ തീരുമാനം എടുക്കുമോ? യേശു ക്രിസ്തുവിലൂടെ ആ സ്വകീയ പിതാവിന്റെ ഭവനത്തിലെത്തുവാൻ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച്, ഇതാ വഴിയും സത്യവും ജീവനുമായി യേശുവെ അനുഗമിച്ച് ആ സ്വകീയ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ നീ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ, ഈ പറയുന്ന നിമിഷം തന്നെ നിന്റെ ജീവിതത്തിൽ ആ തീരുമാനം ഉണ്ടാകട്ടെ, നിന്റെ ഹൃദയത്തിൽ ആ തീരുമാനം ഉണ്ടാകട്ടെ. നീ ഹൃദയം കൊണ്ട് ഈ ലോകത്ത് നിന്ന് നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് നിന്റെ ഹൃദയം തിരിയട്ടെ. ഇത് കാണുന്ന ദൈവം ഇതാ നിന്നെയും തേടി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നീ കാണുവാനിടയാകും. ഒരനുഭവം നീ അനുഭവിക്കാനിടയാകും. അതുകൊണ്ട് പ്രിയമകളെ, ഇതാണ് നിനക്കുള്ള സമയം. സമയം നഷ്ടപ്പെടുത്തരുതേ. യേശുവിലൂടെ പിതാവിന്റെ അടുക്കൽ എത്തുക. Dear brother, dear sister, I don't know from whichever corner of the world that you are crying in currently. Let me tell you, all you need to do for your sadness to go, put an end to your sadness, put an end to all the difficulties in your life, is to go to the house of your Heavenly Father, our Heavenly Father, through our Lord Jesus Christ. That is, accept our Lord Jesus as your Lord and Savior, and then and through Him go to the house of our Heavenly Father in your heart. And if you do that, you will see that your Heavenly Father coming out to receive you, and all your, from the second onwards, all your difficulties going away. സഹോദരങ്ങളെ, നമ്മളെ ഹോണർ ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. പലപ്പോഴും ശുശ്രൂഷ വേളകളിൽ പിശാച് ഇളകുന്ന സമയത്ത്, ചില സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പിശാചികൾ ഇളകുന്നതിൽ പലതും എൻ്റെ കാലിൽ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നൊരു കാഴ്ച ഞാൻ കാണുവാനായിട്ട് എനിക്ക് വളരെ അതിശയമായി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരിക്കല് കൊട്ടാരക്കരയിൽ പാസ്റ്റർ ടിനു ജോർജിന്റെ ചർച്ചില് 3 ദിവസത്തെയോ 4 ദിവസത്തെയോ എത്രയോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. തുടർന്ന് ആ മീറ്റിംഗിൽ വെച്ചും ഇത് തന്നെ സംഭവിച്ചു. അത് അന്ന് ക്യാമറയിൽ പെടുകയും ചെയ്തു. എനിക്ക് അതിശയമായി, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിച്ചു. ദൈവം ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ മക്കളെ ഹോണർ ചെയ്യുന്ന, അവരെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. Beloved brothers, from my own personal experience, I can tell you that our Heavenly Father is someone who is very desiring, who is very interested in honoring His children. In my own experience, many times during the ministry, there are times when during exorcism, when demons leave people, and when stuff like that happen, they come and bow down on my feet before they go away from that person.
And I have wondered many times, why is it happening like that? Once recently in Kottarakara, during Pastor Tinu's house, the same thing happened, and this was captured in video as well. And I wondered, why is this happening? And my Heavenly Father revealed to me that I'm a God who wishes to honor his servants, honor his children. തുടർന്ന് കർത്താവ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. ശ്രേഷ്ഠമായ 7 സഭകൾക്ക് മെസ്സേജ് അവിടെ കൊടുക്കുന്നെങ്കിൽ 2 സഭകൾ മാത്രമേ കർത്താവിന്റെ സന്ധിയിൽ നല്ലതായി കർത്താവ് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ 5 സഭകളും മാനസാന്തരപ്പെടുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൽ മാനസാന്തരപ്പെടുവാൻ പറയാത്ത ഒരു സഭയുണ്ട്, ഫിലദൽഫിയ സഭ. ആ ഫിലദൽഫിയ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ കുറിച്ച് ഒരു കാര്യം ചെയ്യും. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും. എന്തിനാണോ അങ്ങനെ ചെയ്യുന്നേ? സാത്താന്റെ പള്ളിയിൽ നിന്ന് ആള് വന്ന് നിന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നത് എന്തിനാണ്? ദൈവം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പബ്ലിക്കായിട്ട് അറിയിക്കുന്നത്. സാത്താന്റെ പള്ളിയിൽ നിന്ന് ആള് വന്ന് നിന്റെ കാലിൽ വന്ന് വീണ് നമസ്കരിച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയിക്കുവാനിടയാണ്. Following that, God also revealed to me another verse, that is Revelation chapter 3 from verse 7 onwards. So we see in Revelation 1 to 3, we see messages from Jesus to the 7 churches. And in these 7 churches, there are 2 churches that Jesus did not ask to repent. For every other church, Jesus pointed out some defects and asked them to repent. But there are 2 churches that was good, and Jesus did not ask them to repent because they were already really good. And one of these churches is the church of Philadelphia. And in here we see that this is a message that Jesus gave to the church of Philadelphia. Behold, I will cause those of the synagogue of Satan who say that they are Jews and are not, but lie. I will make them come and bow down at your feet. And why does Jesus do that? We see it in the next sentence, that and know that I have loved you. So Jesus will bring those who are from the synagogue of Satan and make them come and bow down to you, in order to let the entire world know that Jesus loves you. Hallelujah. ഇതേ സെയിം അനുഭവം ഇനി ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തിലും കാണാൻ പറ്റും. ചില ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ പിശാചു ബാധിതർ ഓടി വന്ന് യേശുക്രിസ്തുവിനെയും നമസ്കരിച്ചിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ ഹോണർ ചെയ്യണം, നമുക്ക് സ്പിരിച്വൽ അതോറിറ്റീസ് തരണം, നമുക്ക് കിങ്ഡം തരണം. ചെറിയ ആട്ടുകൂട്ടമേ, ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ആ പിതാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ആ പിതാവിനെ നാം സ്നേഹിച്ച് ആ പിതാവിനോട് കൂടെ ജീവിപ്പാൻ ദൈവകരങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. We see the same thing happening in the life, in the ministry of our Lord Jesus as well. Many demon possessed, before the demons leave those people, they come and bow down at Jesus' feet. So why does this happen? This happens because our Heavenly Father wants to honor you. As Jesus said, "O little flock, do not fear, for our Heavenly Father wants to give you the kingdom." So here what we have, Jesus, Heavenly Father wants to give you spiritual authority, wants to give you the dominion, and let us live with our Heavenly Father so that we receive this dominion. ഹല്ലേലൂയ. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ ആ അധികാരത്തിന് ചിഹ്നമായി ഇതാ പിതാവ്, ഞാൻ ചിന്തിക്കുന്നു, തന്റെ മോതിരമൂരി അവന്റെ കയ്യിലേക്ക് ഇട്ടു കൊടുത്തു. അതെന്താണ് കാണിക്കുന്നത്? ഞാൻ നിന്നെ ഹോണർ ചെയ്യുന്നു. ഈ മോതിരം കാണുമ്പോൾ ഈ വീട്ടിലുള്ളവർ, ചുറ്റുമുള്ളവർ, ഇത് എന്റെ മോതിരമാണ്, അവർ നിന്നെ ബഹുമാനിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, യൂട്യൂബിൽ എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുവാനായിട്ട്, അതിന്റെ ലിങ്ക് കിട്ടുവാനായിട്ട്. We see this again in the
in the parable of the prodigal son. When the prodigal son returns, what does the father do? He takes his ring and puts it on his son. And what is the reason for that? That is a symbol of authority, because any servant in that household, when he sees that ring in the son's hand, he will know that this son has been given authority by his father. And this video, the video of Kottarakara that I mentioned, that is still somewhere in the YouTube. If you search around, you may be able to see it. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇത് ഗവൺമെന്റ് ടോക്കാണ്. ഇത് സ്പിരിച്വൽ ഗവൺമെന്റ് ആണ്. ആ സ്പിരിച്വൽ ഗവൺമെന്റിന്റെ ആ അതോറിറ്റി സ്വർഗീയ പിതാവിന്റെ കീഴിൽ, ക്രിസ്തുവിന്റെ കീഴിൽ ഇതാ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ എല്ലാ സ്പിരിച്വൽ അതോറിറ്റികളും, എല്ലാ വാഴ്ചകളും, എല്ലാ അധികാരങ്ങളും, സകലതും സ്വർഗീയ പിതാവ് ക്രിസ്തുവിന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ആ ബോഡിയിലാണ് നമ്മളെങ്കിൽ നമ്മളിലൂടെയും ഈ സ്പിരിച്വൽ അതോറിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ബോഡിയിലല്ല നമ്മളെങ്കിൽ പിശാച് നമ്മുടെ മേൽ ചാടി വീഴും. പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, ഒരു സ്പിരിച്വൽ അതോറിറ്റി ഉള്ളവരാണ്. പക്ഷെ നീ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കോവയുടെ മക്കൾക്ക് നടന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ലൊക്കേഷൻ മാറുക. ആ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആ ഗവൺമെന്റിന്റെ കീഴിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇന്നേ ഒരുങ്ങുക, ആ ഗവൺമെന്റിലായിരിക്കുക. Dear brothers, this is spiritual government talk. This is a talk about spiritual authority. We have the government with the Heavenly Father at the top, and Jesus below him, and entire church below him. And if you are also part of that body of Jesus Christ, then that spiritual authority will also start working through you. But if you are not part of that body of Christ, then it won't work through you, and Satan will jump on you and tear you to pieces, tear you like what happened to the priests in the Acts of Apostles, where the demon, I think the demon said that I know Jesus, I know Paul, but who are you? So let me tell you, change your location, be part of that spiritual body of Christ, and you will get the authority. Hallelujah. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിയും ആ സ്പിരിച്വൽ ഗവൺമെന്റിന്റെ ചിത്രം. ഈ ചിത്രം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുവെങ്കിൽ, സ്ക്രീൻഷോട്ട് എടുത്തോളം സൂക്ഷിച്ചു വെക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ഇതാ ആ സ്പിരിച്വൽ ഗവൺമെന്റിൽ സ്വർഗീയ പിതാവ്, ക്രിസ്തു ഒക്കെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ആ ക്രിസ്തുവിന്റെ ബോഡിയാണ് കാണുന്നത്. ആ ബോഡിക്കുള്ളിൽ ധാരാളം മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളാണ് ഞാനും നിങ്ങളും. യേശു ക്രിസ്തുവിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങളാണ്. ആ നമ്മുടെ തലയാണ് ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. ഇതാണ് ആ സ്പിരിച്വൽ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ഒരു സ്പിരിച്വൽ ഹൗസ് കൂടെയാണ്, ഭവനം കൂടെയാണ്. ഈ ഭവനത്തിന്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ അതോറിറ്റി വർക്ക് ചെയ്യും. ഈ ഭവനത്തിന്റെ പുറത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചിന്റെ കീഴെയാണ്. ഈ സ്പിരിച്വൽ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മുകളിലാണ്. നിങ്ങൾക്ക് പിശാചിന്റെ മുകളിലും ആകാം, പിശാചിന്റെ താഴെയും ആകാം. Dear brothers, please see the image that I have shared on screen. You can take a screenshot if you want. This is an important image. We see the spiritual government, where we see that God at the top, and below him we see our Jesus's body, and in the Jesus body we see the individual believers who are part of the body of Christ. So if you are in the part of this body of Christ, then you are part of the spiritual government, and you are above Satan. But if you are not part of the body of Christ, then Satan is above you. So you have the option of being above Satan, and you have the option of being below Satan as well. Hallelujah. ശ്രദ്ധിച്ചാട്ടെ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. പഴയ സൃഷ്ടിയിൽ നമ്മൾ പിശാചിന്റെ കീഴെയാണ്, പിശാചി നമ്മളെ ഓടിക്കും. പുതിയ സൃഷ്ടിയിൽ നമ്മൾ പിശാചിന്റെ മുകളിലാണ്, നമ്മൾ പിശാചിനെ ഓടിക്കും. എവിടെ നിൽക്കണമെന്ന് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ തീരുമാനിക്കുക. പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയാതെ നമുക്ക് പുതിയ സൃഷ്ടിയിൽ ജീവിക്കാൻ കഴിയുകയുമില്ല. So let me explain to you. It's simply this: in the old creation people are below Satan, and in the old creation Satan will flee, make the people flee in front of him. But in the new creation we are above Satan, and in the new creation Satan will flee in front of us, flee from us. Hallelujah. Glory to God.
അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം, ആ ഗവൺമെന്റ് അതിന്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തു ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതിലേക്കുള്ള യാത്രയിലാണ്. അപ്പോ ആ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം ഇതാ നമ്മൾ ഒരുക്കണം. ഇന്ന് യേശുവിന് ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. യേശു ക്രിസ്തു ആ സ്വർഗീയ മണ്ഡലത്തിൽ ഇതാ രാജാവാണ്. എന്നാൽ ഭൂമിയിൽ ഇതുവരെ രാജ്യത്വം ഏറ്റെടുത്തിട്ടില്ല. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലെ ഗവർണറായ പൈലറ്റിനോട് പറയുന്നത്, എന്റെ രാജ്യം ഇപ്പോൾ ഇവിടമല്ല, എന്റെ രാജ്യം ഐഹികമല്ല. So, dear children, coming back to the Isaiah chapter 9 verse 6, and the government will rest on his shoulders. So this government of Jesus has not yet been fully established in this world. So in order for Jesus to establish this government in this world, we should all prepare ourselves to be part of this government. Through us, the government should be established. Currently, the government of Jesus is there, but it is in heaven. And only in the future that it will be established in this world. And that is why Jesus, when he speaks to Pontius Pilate, that is the governor of this world, he says that currently my kingdom is not of this world. That is, my kingdom is not of this world. ഇതുകൊണ്ടാണ് യോഹന്നാൻ 18:36 ഇതാ പിലാത്തോസിനോട് യേശുക്രിസ്തു സംസാരിക്കുമ്പോ അവിടെ മലയാളത്തിൽ ഇത് ക്ലിയർ അല്ല, ഒരു വേർഡ് മിസ്സായി പോയിട്ടുണ്ട്. നൗ എന്ന് പറയുന്ന ഒരു വേർഡ് മിസ്സായി പോയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വേർഡ് നിങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് പോലെയോട് ചേർത്ത് വായിച്ച് നന്നായിരിക്കും. ഞാൻ വായിക്കാം. എന്റെ രാജ്യം ഐഹികമല്ല. യേശുക്രിസ്തു പിലാത്തോസിനോട് പറയാണ്, എന്റെ രാജ്യം ഐഹികമല്ല, മീൻസ് ഭൗതികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേകവർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ അവസാന വേർഡ് ഇങ്ങനെയാണ്, എന്റെ രാജ്യം ഐഹികമല്ല എന്നല്ല, ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് പറയാണ്, ബട്ട് നൗ. ആ നൗ ആണ് മിസ്സായി പോയത് മലയാളത്തിൽ. ബട്ട് നൗ ഈസ് മൈ കിങ്ഡം നോട്ട് ഫ്രോം ഹെൻസ്. ഇപ്പോൾ എന്റെ രാജ്യം ഐഹികമല്ല. അതിന്റെ അർത്ഥം ഈ ഐഹികമായി എന്റെ രാജ്യം തീരാൻ പോവുകയാണ്. Let's read this verse. This is in John chapter 18 verse 36. Here Jesus is answering Pilate. Jesus answered, my kingdom is not of this world. If my kingdom were of this world, then my servants would be fighting so that I would not be handed over to the Jews. But as it is, that is now, as it is, my kingdom is not of this realm. So Jesus is saying that as it is, that is now, my kingdom is not of this realm. ഹല്ലേലൂയ. അപ്പോ യേശുക്രിസ്തു ഈ ഭൂമി കൂടെ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് കടന്നു വരികയാണ്. അതാണ് നമ്മൾ വെളിപ്പാട് 20:4 പറഞ്ഞത്, ഇതാ ഈ ഭൂമിയുടെ ഭരണം യേശുക്രിസ്തു ഏറ്റെടുക്കും തന്റെ വിശുദ്ധന്മാരോട് കൂടെ എന്ന് നാം കേട്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ദൈവം അബ്രഹാമിനും ദാവീദിനും ഒക്കെ കൊടുത്ത വാഗ്ദത്തങ്ങളും, ആ വാഗ്ദത്തങ്ങൾ അതിന്റെ നിവർത്തീകരണം കൂടെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. So as I said, Jesus said, now the kingdom is not of this realm, but it will, in future it will become, this world is also going to come under the kingdom of our Lord Jesus Christ. We see this in Revelation 20 verses that we read in Revelation 20. So in addition to that, we see that there are prophecies that were given to both Abraham and David. So this Jesus establishing his kingdom in this world is a fulfillment of even those prophecies as well. We will look into that. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൽ ദൈവം അബ്രഹാത്തോട് പറയുന്ന ഒരു കാര്യം ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമുക്കത് കാണാം, 17-ലും കാണാം. 12-ാം അധ്യായത്തിൽ പറയുന്ന അനുഗ്രഹത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ ഒരു അനുഗ്രഹം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നിന്നിൽ എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കണം. ആ സന്തതിയാണ് ക്രിസ്തു.
we see that one of the many blessings are given to Abraham. One of the blessings given to Abraham, we see that in Genesis 12 as well as in Genesis 17, where God says that in you, all the nations of this world will be blessed. So by saying in you, what it means is that through your descendants, all the nations of this world will be blessed. അപ്പോൾ തന്നെ ദാവീദിനോട് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തത്തിൽ നിന്റെ ഗൃഹവും നിന്റെ സിംഹാസനവും എന്നേക്കും എന്റെ മുമ്പിൽ നിലനിൽക്കും എന്ന് ദാവീദിനോട് ദൈവം ഒരു നിയമം ചെയ്യുന്നുണ്ട്. ആ നിന്റെ സിംഹാസനം എന്നേക്കും എന്റെ മുമ്പിൽ നിലനിൽക്കും എന്ന് ദൈവം ദാവീദിനോട് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി യേശുക്രിസ്തു വരികയും ആ യേശുക്രിസ്തു ആ ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും എന്നുള്ള ആ വാഗ്ദത്തമാണ്. In addition to this, we see a promise that is given to King David as well. The promise is that your house and your throne will remain forever in front of me. So we see that your throne remaining forever. That is a prophecy about our Lord Jesus Christ, who is descended from David, whose throne will remain forever. ഇതുകൊണ്ടാണ് പുതിയ നിയമ പുസ്തകം തുടങ്ങുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. കാരണം അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, നിന്റെ സന്തതിയിൽ സകലരും അനുഗ്രഹിക്കപ്പെടും. ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, നിന്റെ ഗൃഹത്തെ ഞാൻ നിലനിർത്തും, നിന്റെ സിംഹാസനത്തെ എന്നേക്ക് നിലനിർത്തും. ആ ദാവീദിന്റെ സന്തതിയെ ആണ് ഇസ്രായേൽ ജനം കാത്തിരുന്നത്. ആ ദാവീദിന്റെ സന്തതിയായി കടന്നു വന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. So we see that at the very beginning of the New Testament itself, that is Matthew 1:1, how it begins is that the genealogy of Jesus the Messiah, the son of David, the son of Abraham. So here it mentions Jesus as a son of Abraham, from whom is the son of Jesus, son of David, the son of Abraham. The reason for that is because it is in Jesus that the promises of Abraham, that is in you all the families of the world will be blessed, and the promises given to David as well, that is your house and your throne will remain forever. It is in Jesus that both these promises, all these promises are getting fulfilled, and it is for the fulfillment of these promises that the people of Israel was waiting for. ഇതാ അബ്രഹത്തോട് പറയുന്ന ഉടമ്പടി ഉൽപ്പത്തി 17 വായിക്കും. ചെറിയൊരു പാർട്ട് മാത്രം നമുക്ക് വായിക്കുമ്പോൾ 17-18 വായിക്കുമ്പോൾ ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതമായി തരും. അപ്പോൾ തന്നെ ദാവീദിനോട് പറയുന്ന രംഗം ദേശം തരുമെന്നല്ല, നിന്റെ സിംഹാസനത്തിൽ നിത്യം ഇരിപ്പാൻ ഞാൻ നിന്റെ സന്തതിയെ ഒരുക്കും. We see the covenant to Abraham. We see it in Genesis chapter 17, verse 8. I'll give to you and to your descendants after you the land of your sojournings, all the land of Canaan, for an everlasting possession, and I'll be their God. So we see that God is promising that to your descendants, he will give all the land that Abraham was sojourning on. The promise given to
David is different, not that he will give them the land, but his house and his throne will remain forever. 2 ശമൂവേൽ 7:12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് അവിടെയും കാണുവാനായിട്ട് കഴിയും. ഇവിടെ ദാവീദിനോട് ദൈവത്തിന്റെ പ്രവാചകൻ അരുളി ചെയ്യുകയാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിൽ ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. നമ്മൾ ഈ വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ പലപ്പോഴും ശലോമോനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ ശലോമോനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും മിക്സ് ആയിട്ടാണ് ഈ വാക്യം താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനുള്ള വാക്യമുണ്ട്, താൽക്കാലിക സണ്ണായ ഇമ്മീഡിയറ്റ് സണ്ണായ ശലോമോനെ കുറിച്ചുള്ള വാക്യങ്ങളും ഇതിലുണ്ട്. We see the promise to David in 2 Samuel chapter 7 verse 12. Let me read this verse. When your days are complete and you lie down with your fathers, I will raise up your descendant after you, who will come forth from you, and I will establish his kingdom. He shall build a house for my name, and I will establish the throne of his kingdom forever. So when we read the verses following these, we will see that this promises given, it's a mix of promises. Part of it will apply to Solomon and part of it will apply to Jesus. So we can see that. നമ്മൾ താഴേക്ക് വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. തുടർന്ന് താഴേക്ക് ഇതാ അതിന്റെ 13-ാം അധ്യായം വായിക്കുമ്പോ അവൻ എന്റെ നാമത്തിൽ ഒരാലയം പണിയും. ആലയം ഭൂമിയിൽ പണിത് ശലോമോനാണ്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇത് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. തുടർന്ന് ഇതാ അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ട് ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ നിന്റെ ദയ നീക്കിയതുപോലെ അവകൾ നീക്കിക്കളയുകയില്ല. ഇതാ ഇത് പറയുന്നത് സോളമനെ കുറിച്ചാണ്. ഇനി നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് പറയുന്നത് ശലോമോനെ കുറിച്ചല്ല, ഇത് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ദാവീദിന്റെ മകനായി ക്രിസ്തു വരികയും ആ ഗവൺമെന്റ് ആണ് എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത്. ആ ഗവൺമെന്റ് ആണ് ക്രിസ്തുവിന്റെ തോളിൽ ഇരിക്കാൻ പോകുന്നത്. Let us read through these prophecies to see which one applies to Solomon and which one applies to Jesus. He shall build a house for my name, and I will establish the throne of his kingdom forever. So we can see that this is about Jesus who is building the house for Heavenly Father. At the same time, in this world, it was Solomon who built the house for God, and I will be a father to him, and he will be a son to me. This is about Jesus. And when he commits iniquity, I will correct him with the rod of men and the strokes of the sons of men. But my loving kindness shall not depart from him, as I took it away from Saul, whom I removed from before you. This is again about Solomon. And below it says, your house and your kingdom shall endure before me forever. Your throne shall be established forever. This is not about Solomon, but this is about our Lord Jesus Christ. Because it is his kingdom that will endure forever. നിങ്ങൾക്കറിയാം സോളമന്റെ കിങ്ഡം വായിച്ച് മനസ്സിലാക്കറിയാം. അത് തുടർന്ന് സോളമന്റെ മക്കളുടെ സമയത്ത് അതെല്ലാം ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തുവിന്റെ കിങ്ഡത്തെ കുറിച്ച് പറയുകയാണ്. യേശയ്യ 9:6 നമ്മൾ വായിച്ചത്. 9:7 പറയുന്നു, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല, എന്നേക്കും ഒരു നിലനിൽക്കും. So we see that as far as we see from history that once after Solomon, after his death, his kingdom was disintegrated during the time of his children. But as for Jesus, we see that there will be no disintegration like that. We see in Isaiah chapter 9 verse 7, there will be no end to the increase of his government or of peace. So there will be no end to the increase of our Lord Jesus' kingdom. ഇതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ യേശുക്രിസ്തുവിനെ
ദാവീദിന്റെ മകൻ ദാവീദ് പുത്രന് ഹോശാന എന്നൊക്കെ പാടുന്നതിന്റെ കാരണം ദാവീദ് പുത്രനായ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഇതാ ദാവീദ് പുത്രനായ മിശിഹയാണ് അവർ കാത്തിരുന്നത്, രാജാവിനെയാണ് അവർ കാത്തിരുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തു എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുവാനായിട്ട് ഇടയാകുന്നത്. അതായത് കാത്തിരുന്ന രാജാവാണ് ഇവൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. This is why we see in the life of our Lord Jesus that the Israelites used to call him the son of David. For example, Hosanna to the son of David. And it is because the Israelites, they were waiting for the promised son of David. And it is because of that we see Matthew 1 chapter verse 1 starting the New Testament with Jesus the Messiah, the son of David, the son of Abraham. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ആ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് സാത്താന്റെ രാജ്യം ഇന്ന് സർവ്വലോകവും ദുഷ്ടതയിൽ കിടക്കുന്നു. അത് നമ്മുടെ കർത്താവായ സ്വർഗീയ പിതാവിന്റെ കയ്യിലേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലേക്കും ലഭ്യമാകണം. അതിനുവേണ്ടി നമ്മൾ വിശുദ്ധിയെ തികച്ച് റെഡിയാകണം. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിന്റെ ഭരണം നമ്മുടെ കർത്താവിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിന്റെയും കയ്യിൽ ആയിത്തീർന്നിരിക്കുന്നു. അവർ എന്നേക്കും വാഴും എന്ന് ഒരു മഹാശബ്ദം സ്വർഗത്തു നിന്നുണ്ടായി. ദൈവം എന്നേക്കും വാഴും തന്റെ പുത്രനായ ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ. So, beloved children, currently the government of this world is in the hands of Satan, but it should come to the hands of our Lord Jesus Christ under the Heavenly Father, and we should all prepare for that. And it is why we see in Revelation chapter 11, verse 15, the kingdom of the world has become the kingdom of our Lord and of his Christ, and he will reign forever and ever. So we should all prepare for this kingdom to come to this world. Hallelujah. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിന് നമ്മൾ സാത്താനെ തോൽപ്പിക്കണം. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത്. അവരെഴുതിയിരിക്കുകയാണ്, അവർ അവനെ 12-11 സാത്താനെ തോൽപ്പിച്ചു. നമ്മൾ സാത്താനെ തോൽപ്പിച്ചു. എങ്ങനെ? അവർ അവനെ കുഞ്ഞാണ്ട് രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ വചനം പ്രാവർത്തികമാക്കുന്ന സാക്ഷ്യ ജീവിതത്താൽ പിശാചിനെ തോൽപ്പിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് ചതച്ചു കളയും. ഇത് എപ്പോഴാണ് നമ്മളിലൂടെ സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് ഇതാ പിശാച് തോറ്റു. എന്നാൽ നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജഡചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും ലോകസ്നേഹങ്ങളും ഒക്കെയായി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ ആ സാത്താനെ തോൽപ്പിക്കുകയല്ല, സാത്താൻ നമ്മളെ തോൽപ്പിക്കുകയാണ്. Dear brothers, what should we do to establish the kingdom of Christ in this world? What we should do is we should defeat Satan. And how do we defeat Satan? We see that in Revelation chapter 12, verse 11, and they overcame him because of the blood of the Lamb and because of the word of their testimony, and they did not love their life even when faced with death. So they were faithful even until death. So what should we do to overcome Satan? We should overcome Satan through the blood of our Lord Jesus Christ, and by bringing into action the word of our Lord Jesus Christ. And it is by doing that we will be able to defeat Satan, as it says, may the God of peace trample Satan under your feet. So if we are able to put into action the word of our Lord Jesus Christ, the word of God, then we will be able to defeat Satan, trample upon Satan. And but if instead of that we are following our own desires and the desires of our flesh, then Satan will defeat us.
അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഹെവൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. യേശു 9:6-7 ഗവൺമെന്റ് യേശുവിന്റെ കയ്യിലാണ് ഗവൺമെന്റ് കിട്ടാൻ പോകുന്നത്, യേശുവാണ് നയിക്കാൻ പോകുന്നതാണെങ്കിൽ വെളിപ്പാട് 11:10 എപ്പോഴാണ് ഗവൺമെന്റ് തുടങ്ങുന്നത് എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ആണ് ഗവൺമെന്റ്, അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും ഇതാണ്. ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നു. എപ്പോ? അതോടൊപ്പം സംഭവിക്കുന്നത് നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ ആരാണ്? പിശാചിനെ തള്ളിക്കളഞ്ഞു. So in the immediate verse above this, that is Revelation chapter 12 verse 10, we see in Isaiah chapter 9 verse 6, that the kingdom of our Lord Jesus will be established in this world. In Revelation chapter 12 verse 10, we see when this is happening, and it says, then I heard a loud voice in heaven saying, now the salvation and the power and the kingdom of our God and the authority of this Christ has come. And along with that, what happens? For the accuser of our brethren has been thrown down, he who accuses them before our God day and night. That is, the accuser here is Satan. Satan is thrown down. അപവാദം പറയുന്നത് സ്വർഗത്തിൽ സാത്താനാണ്, ഭൂമിയിൽ അപവാദം പറയുന്നത് അവന്റെ ടീമാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും കുറിച്ച് അപവാദം പറയണ്ട, പകരം നമുക്ക് നമ്മുടെ ജീവിതത്തോടെ സത്യത്തിന് സാക്ഷി നൽകാം. അങ്ങനെ ദൈവം നമ്മളിൽ മഹത്വപ്പെടട്ടെ, നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടട്ടെ, പിശാച് നമ്മുടെ പാദങ്ങളുടെ കീഴിലായി തീരട്ടെ. ദൈവത്തിന്റെ ഗവൺമെന്റ് നമ്മിലും നമ്മിലൂടെയും സർവ്വ മേഖലയിലും വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. So the one who accuses or slanders about the believers in heaven is Satan, and his people does the same thing here in this world. Let us not slander or accuse anyone. Let us reveal our Jesus and our Lord Heavenly Father through our lives, and let us trample Satan under our feet by revealing God in our lives and manifesting his kingdom in this world. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുങ്ങാം. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചാൽ സിമ്പിളി പറയുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് മനസ്സിലാക്കുക എന്താണ് ദൈവരാജ്യം. ദൈവത്തിന്റെ പരമാധികാരമാണ് ദൈവരാജ്യം. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ദൈവം ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലുള്ളവരിലൂടെയും സൃഷ്ടികളെ വാഴുന്നതാണ് ദൈവരാജ്യം. Beloved children, if someone asks you what is the kingdom of God, in very simple terms, you can reply that the sovereignty of our Heavenly Father is the kingdom of God. To explain it a little bit more, the kingdom of God is our Heavenly Father ruling this world through Christ, through those of us who belong to Christ in this world. That is, ruling this world through Christ and through those of us who belong to Christ. മറ്റൊരു ചോദ്യം, എന്താണ് ദൈവരാജ്യത്തിന്റെ അന്തരീക്ഷം എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന്റെ അന്തരീക്ഷം ഇതാണ്. അത് തിന്നലും കുടിക്കലും ഈ ലോകപ്രകാരമുള്ള ആഹ്ലാദമൊന്നുമല്ല. ജീവനും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ അന്തരീക്ഷം. Full of joy. If someone were to ask what is the ambience of the kingdom of God, reply to them that the ambience of the kingdom of God is not eating and drinking, but peace and love through the peace and love through Holy Spirit in this world. Righteousness, life and peace through Holy Spirit. In the atmosphere of the Holy Spirit. Glory to God. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ആയിട്ടിരിക്കണോ?
ദൈവരാജ്യത്തിലേക്ക്, അപ്പന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് ഒരുമിച്ച് അപ്പന്റെ വീട്ടിലാകാം. അത് സർവപ്രപഞ്ചത്തെയും വാഴുന്ന ഗവൺമെന്റ് ആണ്. ആ കുടുംബം ആ അപ്പനോട് കൂടെ, അപ്പന്റെ സ്നേഹത്തിൽ, അപ്പന്റെ മാർവിൽ യേശുക്രിസ്തു എവിടെയായിരിക്കുന്നു അവിടെ നമുക്കും യേശുവിൽ അതേ മാർവിലായിരിക്കാം. ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നായി തീരാം. അതിനല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവിക ഭവനമായി, ദൈവിക കുടുംബവുമായി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. Beloved children, let us all come to our Heavenly Father and lean on to the bosom of our Heavenly Father through Jesus, the same bosom that our Lord Jesus Himself is. So, and let us be part of the government of Heavenly Father. So, because it is for that we have been called out from this world. Let us pray. Glory to God. എത്ര പേർക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായി? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമേ അങ്ങ് എന്നോട് സംസാരിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നന്ദി ദൈവത്തെ അറിയിച്ചാട്ടെ. താങ്ക് യു അപ്പ. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ഗവൺമെന്റ് ഓഫ് ഹെവൻ, ഗവൺമെന്റ് ഓഫ് ഗാഡ്, ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്ന എല്ലാ തലത്തിലും അങ്ങയുടെ ഭരണം ഞങ്ങളിലും ഞങ്ങളിലൂടെ ഭൂമിയിലും വെളിപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളെ നിവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയും. പപ്പ, സ്വയമേ നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ കേട്ടു, പഴയ സൃഷ്ടിയിൽ ഞങ്ങൾ ബലഹീനരാണ്, പിശാചിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. എന്നാൽ പുതിയ സൃഷ്ടിയിൽ ഞങ്ങൾ പിശാചിന്റെ ഭരണത്തിന്റെ മുകളിലാണ്. അങ്ങയുടെ ബലമാണ് ഞങ്ങളുടെ ബലം, അങ്ങയുടെ ജ്ഞാനമാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം ബലം. ആ പുതിയ സൃഷ്ടിയിൽ അങ്ങിൽ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളുടെ ചിന്തകൾ നിലകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എപ്പോഴും താഴ്മ ധരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ദിവ്യമായ സ്വഭാവം എപ്പോഴും ഞങ്ങളിൽ വിളങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. പ്രിയ നല്ല പിതാവേ, ഈ ശബ്ദ കാഴ്ച വെറുതെ ഇപ്പോഴും തുടർന്നും എല്ലാം ഈ ചിന്തകളെ കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങൾ ലഭിച്ചു. അങ്ങയുടെ ഗവൺമെന്റ് അങ്ങയുടെ ഒരു കുടുംബവും കൂടെ ആണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള താല്പര്യം ഞങ്ങൾക്ക് ഏവർക്കും അങ്ങ് തരണമേ. ഇത് കേൾക്കുന്ന ഏവർക്കും അങ്ങ് തരണമേ. വെള്ളം കുടിക്കുവാൻ ദാഹമുണ്ടെങ്കിൽ മാത്രമല്ലോ അപ്പ വെള്ളം കുടിക്കാൻ കഴിയും. വിശക്കുന്നെങ്കിൽ മാത്രമല്ലോ അപ്പ ഭക്ഷിക്കാൻ കഴിയും. അങ്ങേക്കായുള്ള വിശപ്പ് ഞങ്ങൾക്ക് തരണം, അങ്ങേക്കായുള്ള ദാഹം ഞങ്ങൾക്ക് തരണം. ഈ മക്കളെ എവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുഷ്ടന്റെ ഒരു പദ്ധതി ഈ മക്കളെ അപഹരിച്ചുകൊണ്ട് പോവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. അത്ഭുതകരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കും. വിശേഷങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കും. കണ്ടക്ട് ചെയ്ത മകനായ സ്തോത്രം. കേട്ട എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സകല ആവശ്യങ്ങളുടെ പേര് നമുക്ക് രോഗികളായിരിക്കുന്നവർ അങ്ങ് സൗഖ്യമാണ്. അങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽക്കാൽപ്പി, അങ്ങയുടെ സൗഖ്യം ഇപ്പോഴും തുടർന്നും ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഈ മക്കളെ സ്പർശിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ. അവരുടെ ജീവിതത്തിൽ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും സൗഖ്യം വ്യാപരിക്കട്ടെ. അതുവഴി ദൈവനാമം മഹത്വം എടുക്കട്ടെ. അവർ ദൈവത്തിനായി പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ക്രിസ്തുവിലെ അവയവങ്ങളായി നിലകൊള്ളുവാൻ സഹായകരമായി തീരും. എത്രത്തോളം അത് സഹായിച്ചല്ലോ അപ്പ, സർവമഹത്വം വാങ്ങിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.